ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പുഡിങ്ങാണ്. പുഡിങ് വീഡിയോസ് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ചിക്കു പുഡിങ്, കോക്കനട്ട് പുഡിങ്, ഗ്രേപ്പ് പുഡിങ്, അങ്ങനെ പോകുന്നു. ആ വീഡിയോസ് കാണാത്തവർ കാണുക. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. എനിക്കിവിടെ 2 പിങ്ക് കളറ് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നെടുത്ത് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ 2-3 സ്പൂൺ പഞ്ചസാരയും അല്പം പാലും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ സീഡ് എന്ന് പറയുന്നത് ഒരു കറുത്ത നിറത്തിൽ നമുക്ക് കാണാം. അത് വളരെ സോഫ്റ്റാണ്, അതുപോലെ ചെറുതുമാണ്. അപ്പോൾ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതാ ഈ ജ്യൂസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. നമുക്കിവിടെ വേണ്ടത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 1 കവർ പാലിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കവർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ചൈന ഗ്രാസ് പൊട്ടിച്ച് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, ഒരു ചെറിയ ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. ഈ സമയം കൊണ്ട് 1 കവർ പാല് പൊട്ടിച്ചൊഴിച്ച് ഒരു സ്റ്റൗവിലേക്ക് ലോ ഫ്ലെയിമിൽ വച്ച് കൊടുക്കുക. കൂടെ തന്നെ ഒരു 6 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പാല് ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ സ്റ്റൗവ് ലോ ഫ്ലെയിമും ആയിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഒരു ഹാഫ് ബോട്ടിലോളം മിൽക്ക് മെയ്ഡ് ഇരിപ്പുണ്ട്. അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അതുപോലെ സ്റ്റൗവ് ലോ ഫ്ലെയിമിലായിരിക്കുകയും വേണം. അതുപോലെ ഇത് തിളച്ച് പോകരുത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതേ സമയം തന്നെ നമ്മൾ കുതിർക്കാൻ വച്ചിരുന്ന ചൈന ഗ്രാസ് മറ്റൊരു സ്റ്റൗവിലേക്ക് വെച്ച് മെൽറ്റ് ചെയ്യിക്കാം. നമുക്ക് പാല് വച്ചിരിക്കുന്ന സ്റ്റൗവിലേക്ക് പോകാം. അതിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇതാ പാലിലോട്ട് ഒഴിച്ച് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇളക്കിയപ്പോൾ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ചൈന ഗ്രാസ് എന്തായെന്ന് നോക്കാം. ഇതാ മെൽറ്റായി വരുന്നുണ്ട്. ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കണം. കളറൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കളറൊക്കെ ഒന്ന് കുറച്ചൊന്ന് ചേഞ്ച് ആയത്. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇനി ഇതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. മെൽറ്റ് ആവാതെ കിടന്ന ചൈന ഗ്രാസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും. ഞാനിത് അരിച്ച് നേരിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലേക്കാണ് ഒഴിച്ചത്. ചൂടോടുകൂടി തന്നെ ഒഴിക്കാൻ മറക്കരുത്. പിന്നെ ഈ ട്രേയിൽ ഒരല്പം എണ്ണ തടവിയിട്ട് വേണം ഒഴിക്കാം. അപ്പോൾ പുഡിങ് നമുക്ക് എടുക്കാൻ വളരെ ഈസി ആയിരിക്കും, ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഇതുപോലത്തെ ട്രേ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ബദാം പൊടിച്ചത് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് പുഡിങ് റെഡി. വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നിവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു അപ്പച്ചി വന്നിട്ടുണ്ട്. അപ്പച്ചിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് കഴിക്കാൻ മിക്കവാറും ഉള്ളവർക്ക് താല്പര്യം കാണത്തില്ല. അപ്പോൾ ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ബൈ.